സർ, ഇവിടെ വിളപ്പിൽശാല സംഭവത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൂടെ ആ സമയവും എല്ലാം പരിശോധിച്ചാൽ ഈ പർവ്വതീകരിച്ച് പറയുന്ന വീഴ്ചകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അന്വേഷിച്ചപ്പോൾ ഈ പേഷ്യന്റ് ആദ്യം എത്തുന്നത് 17-ാം തീയതിയാണ്, ജനുവരി 17-ാം തീയതി. അന്ന് തന്നെ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ, കുടുംബത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. 19-ാം തീയതി രാത്രിയാണ് വരുന്നത്, ഏകദേശം 1:30 മണിയോടുകൂടി. സാർ, ദൃശ്യങ്ങൾ പരിശോധിക്ക്. 2 മിനിറ്റിനുള്ളിൽ അവർ ആശുപത്രിയിൽ പ്രവേശിച്ചു. വിത്തിൻ 2 മിനിറ്റ്സ് ഡോർ തുറക്കുകയാണ്. അവിടെ വന്ന് 7 മിനിറ്റ് കഴിയുമ്പോൾ ആംബുലൻസ് കയറ്റുകയാണ് ആ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി. മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ലേ നടക്കുകയുള്ളൂ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രോഗിയെ കണ്ടു, ഡോക്ടറെ കണ്ടു, ഗുരുതരമാണ് രോഗമെന്ന് മനസ്സിലാക്കി നേരെ മെഡിക്കൽ കോളേജിലേക്കാണ്. ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നാൽ അവിടെ ആരും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ രൂപത്തിലല്ലേ. ഒരു രോഗി മരണപ്പെട്ടു പോയി. ഏത് മരണവും വേദന ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്. പക്ഷെ ഇവിടെ 19-ാം തീയതി നടന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് 24-ാം തീയതി ഒരു ചാനൽ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു പരാതി ഉയർന്നു വന്നില്ല. പരാതിയൊക്കെ പറയാനുള്ള അവകാശം ആ കുടുംബത്തിന് ഏത് സമയത്തും ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചാനൽ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടറെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം സാർ. KSUവിന്റെ പ്രമുഖ നേതാവായ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൂടെ ചെയ്യാം. പക്ഷേ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങൾ എടുക്കുന്നത്.